ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പഴനി മധുര രാമേശ്വരം ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ, മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വളരെ നേരത്തെ തന്നെ തയ്യാറായിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോകുവാനായിട്ട്. രാവിലെ 4:30 മണി പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. നമ്മുടെ താമസിക്കുന്ന ഹോട്ടൽ അമ്പലത്തിൽ നിന്നും കുറച്ച് ദൂരെ ആയതിനാൽ രാവിലെ തന്നെ ചെറിയൊരു വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഗൈഡൻസ് ആണ് ഇപ്പൊ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 22 തീർത്ഥസ്നാനം വടക്കേ നടവഴിയാണ് തുടങ്ങുക. വടക്കേ നടവഴി എൻട്രി സ്റ്റാർട്ട് ചെയ്തിട്ട് തെക്കേ നടവഴിയാണ് പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ ഈ തീർത്ഥസ്നാനം ചെയ്യുന്നവർ മാത്രം എത്രയുണ്ട്? രാമേശ്വരം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് പിതൃതർപ്പണവും അതുപോലെ തന്നെ 22 തീർത്ഥത്തിലുള്ള സ്നാനവും. അതിനായിട്ട് തയ്യാറായവർക്കുള്ള നിർദ്ദേശങ്ങളും മറ്റും നമ്മൾ അവിടെ പറഞ്ഞു. അത് 3/4 മണിക്കൂർ നേരം. ആ സമയം കുറച്ചും ഒരു 10 മിനിറ്റും കൂടി അഡീഷണൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ വന്നിട്ട് സംതൃപ്തമായിട്ട് മാറ്റാം. അതല്ലെങ്കിൽ അവിടുത്തെ പരിമിതമായ സൗകര്യങ്ങളിൽ മാറ്റാനേ പറ്റും. നിങ്ങളിതെടുക്കാം, കുളിക്കാൻ പോകുമ്പോൾ ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പോകേണ്ടി വരും. കൃത്യസമയത്ത് തന്നെ ഹോട്ടലിൽ നിന്നും അമ്പലത്തിലേക്ക് പോകുവാനുള്ള വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും 2 വണ്ടികളിലായി കയറി. ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പടിഞ്ഞാറ നടയാണ്. പടിഞ്ഞാറ നടയിൽ വന്നിട്ടാണ് വണ്ടിക്ക് പോകുക കേട്ടോ. ഇവിടെ വന്നിട്ടാ വണ്ടിക്ക് പോകും. അവിടെ ഇറങ്ങിയതിനു ശേഷവും നമ്മുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അമ്പലത്തിൽ ദർശനം നടത്തുമ്പോഴും അത് കഴിഞ്ഞാലും കൂടെ തന്നെ വരേണ്ടുന്ന കാര്യത്തെ പറ്റിയും അവരെ ഒന്നും പേടിക്കേണ്ടതില്ല, മുന്നിലും പിന്നിലായി നമ്മുടെ ഗൈഡൻസ്, നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. രാമേശ്വരം ക്ഷേത്ര ദർശനത്തിനായിട്ട് നമ്മൾ പോവാണ്. രാവിലെ സ്ഫടികലിംഗ ദർശനവും അത് കഴിഞ്ഞിട്ടുള്ള ജ്യോതിർലിംഗ ദർശനവും ആണ് അതിനായിട്ടാണ് നമ്മൾ പോകുന്നത്. ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് കാഴ്ചകൾ കാണാം. ക്ഷേത്രത്തിന് ചുറ്റും റോഡുണ്ട്. അതിൽ വടക്ക് ഭാഗത്തുള്ള റോഡിൽ കൂടി നമ്മൾ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴി വടക്കേ ഗോപുരമാണിത്. വടക്കേ ഗോപുരം കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ക്ഷേത്രത്തിന്റെ കിഴക്കേ കവാടം ആണ് നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചപ്പൽ സ്റ്റാൻഡിൽ ചപ്പലൊക്കെ വെച്ച് എല്ലാവരും ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനമാണ് സ്ഫടികലിംഗ ദർശനം. രാവിലെ 5 മുതൽ 6 മണി വരെയാണ് ഈ ഒരു സ്ഫടികലിംഗ ദർശനത്തിന്റെ സമയം. ആദി ശങ്കരാചാര്യ സ്വാമികള് ക്ഷേത്രത്തിലേക്ക് നൽകിയിട്ടുള്ളതാണ് ഈ ഒരു സ്ഫടികലിംഗം എന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ സ്ഫടികലിംഗ ദർശനം കഴിഞ്ഞ് നമ്മളെല്ലാവരും ക്ഷേത്രത്തിനകത്ത് വശങ്ങളിലായി വിശ്രമിച്ചു. അതിനുശേഷം ജ്യോതിർലിംഗ ദർശനവും കൂടി കാണാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ജ്യോതിർലിംഗ ദർശനം നമ്മൾ പൂർത്തിയാക്കി. അവിടുത്തെ ഗംഗാ ജലം കൊണ്ടുള്ള അഭിഷേകമൊക്കെ കണ്ട് അതിനുശേഷം പാർവതി ദേവിയുടെ നടയിലും നമ്മൾ തൊഴുത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ക്ഷേത്രത്തിന്റെ ഇടനാഴിയിലൂടെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നീങ്ങുകയാണ്. ഏറ്റവും വലിയ ഇടനാഴി രാമേശ്വരം ക്ഷേത്രത്തിന്റെ ഈ വടക്കേ ഈ ഇടനാഴിക്കാണ് അതിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. തൂണുകളുടെ മനോഹാരിതയും അതിനകത്തെ ചിത്രവും ചിത്രപ്പണികളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങി. സീതാന്വേഷണ സമയത്ത് ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതാണ്. ശ്രീരാമനും സീതയും ചേർന്ന് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് രാമേശ്വരം. ഇവിടെ
പ്രതിഷ്ഠ നടത്തുവാനായിട്ട് വിഗ്രഹം കൊണ്ടുവരാനായി ഹനുമാൻ സ്വാമി ഏൽപ്പിക്കുകയും പ്രതിഷ്ഠാ സമയം കഴിഞ്ഞതിന് ശേഷവും ഹനുമാൻ സ്വാമി തിരിച്ചെത്താതിരുന്ന സമയത്ത് സീതാദേവി മണല് കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. അങ്ങനെ രാമന്റെ സ്വാമി രാമനാഥസ്വാമിയായി കൈലാസേശ്വരനായി ഈ രാമേശ്വരം ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. പിതൃതർപ്പണം ചെയ്യുന്നവർ ആദ്യം ചെയ്യേണ്ടത് അഗ്നിതീർത്ഥത്തിൽ മുങ്ങി വരണം. രാമേശ്വരം ക്ഷേത്രത്തിലെ പ്രധാന 2 ചടങ്ങുകളാണ്. ഒന്ന് പിതൃതർപ്പണമാണ്, മറ്റേത് 22 തീർത്ഥസ്നാനമാണ്. പിതൃക്കൾക്കായുള്ള ബലി ഇവിടുത്തെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ്. പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാനായിട്ടുള്ള ഒരു ചടങ്ങ്. ക്ഷേത്രത്തിന് മുൻപിലുള്ള അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്ന സ്നാനഘട്ടം ബംഗാൾ ഉൾക്കടൽ, അതിലെ പിതൃതർപ്പണം ചെയ്യേണ്ടുന്നവരും തീർത്ഥസ്നാനം ചെയ്യേണ്ടുന്നവരും ആ ഒരു അഗ്നിതീർത്ഥത്തിൽ മുങ്ങി കുളിച്ചതിന് ശേഷമാണ് ചടങ്ങുകൾ ചെയ്യുക. 22 തീർത്ഥസ്നാനം ചെയ്യാൻ രാമേശ്വരത്ത് നമ്മുടെ ടീംസ് ആണ്. ഹര ഹര. തീർത്ഥസ്നാനം ചെയ്യാൻ പോകുന്ന തീർത്ഥാടകരാണ് ഇവര്. വളരെ സന്തോഷത്തോടെ അവർ ആ ഒരു ചടങ്ങിലേക്ക് നീങ്ങുകയാണ്. രാവണനെ കൊന്ന ബ്രഹ്മഹത്യാ പാപം തീരുവാനായി ഇവിടെ 22 തീർത്ഥസ്നാനത്തിൽ ശ്രീരാമസ്വാമി കുളിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത്. അവിടെ 22 തീർത്ഥങ്ങളിലെ സ്നാനം നമ്മുടെ തീർത്ഥാടകരും ചെയ്യുന്ന കാഴ്ച. അവിടെ നിന്നും നമ്മൾ ഹോട്ടലിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചെക്ക് ചെയ്തു. അവിടെ നിന്നും രാമേശ്വരത്ത് നിന്നും മധുരയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ആദർശ് രാവിലത്തെ കാര്യങ്ങൾ പറയുകയാണ്. അതിമനോഹരമാണ്. അവിടെ ഇരിക്കാൻ നമുക്ക് നിൽക്കാൻ അത്ര ടൈമില്ല. ഈ കാണുന്നത് ഡോക്ടർ അബ്ദുൽ കലാം സാറിന്റെ സ്മൃതി മന്ദിരം, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലമാണ്. അവിടെ നമ്മളെല്ലാവരും തന്നെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അകത്തേക്ക് മൊബൈൽ ഫോൺ, വീഡിയോഗ്രാഫി ഒന്നും തന്നെ അലൗഡ് അല്ല. അപ്പോൾ പുറമേയുള്ള കാഴ്ചകൾ ആണ് ഈ കാണുന്നത്. ശേഷം നമ്മൾ പോയത് പാമ്പൻ പാലത്തിലാണ്. പാമ്പൻ പാലത്തിലെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എല്ലാവരും തന്നെ ആസ്വദിക്കുകയാണ്. ഈ നടുക്കായി കാണുന്നതാണ് പഴയ കാലത്തെ പാമ്പൻ പാലം. അതിന് തൊട്ടപ്പുറത്തായിട്ട് പുതുതായി പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ച പുതിയ പാമ്പൻ പാലമാണ് അവിടെ കാണുന്നത്. വീണ്ടും നമ്മൾ ബസ് യാത്ര ആരംഭിച്ചു. ബസ് യാത്രയിൽ രസകരമായ ഗെയിമുകളും പാട്ടുകളും മറ്റ് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസും ഒക്കെയായി എല്ലാവരും തന്നെ വളരെ നന്നായിട്ട് അത് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനല്ല, ഈ പുറത്തിൽ ചെറുതായി ആ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള രസകരമായ ഒരു സന്ദർഭമാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ യാത്രകൾ കേവലം സ്ഥലങ്ങൾ കാണുക എന്നതിലുപരിയായിട്ട് എല്ലാവരുമായിട്ട് നല്ല ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുക, അതുപോലെ തന്നെ കൂടുതൽ സന്തോഷിക്കുക, ആനന്ദിക്കുക എന്നിവയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ ഭയങ്കരമായ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു എല്ലാവരും തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ ഒരു 2, 3, 4 ദിവസം എല്ലാം മറന്ന് സന്തോഷിക്കുക, ആനന്ദിക്കുക എന്നുള്ള ഒരു എന്താ പറയാ ഒരു മോട്ടീവിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തോടെ ആ ഒരു ഗെയിമില് പങ്കെടുത്തിട്ടുണ്ട്. രസകരമായ ആ ഒരു ഗെയിമിന്റെ പ്രോഗ്രസ് എല്ലാവരും തന്നെ അതില് എൻഗേജ് ആയിരിക്കുകയാണ്. എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അത് കേട്ടവർ എത്ര പേരുണ്ട്? എനിക്കൊന്നും തിരിഞ്ഞില്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല, ഇന്നത്തെ കാര്യം പോക്കാം. എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല, ഇന്നത്തെ കാര്യം പോക്കാം. എന്താ പറഞ്ഞാട്ടെ?
ഇത്തരത്തിലുള്ള നിരവധി ഗെയിംസും പാട്ടും ഡാൻസും അന്താക്ഷരിയും ഒക്കെ ആയിട്ടാണ് നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് പോകാറുള്ളത്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോഴേക്കും ഉച്ചഭക്ഷണത്തിന്റെ സമയമായി. ബസ് സ്ഥിരം നമ്മുടെ ഉച്ചഭക്ഷണം കൊടുക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ പാർക്ക് ചെയ്ത് നമ്മുടെ ടീം ആ ഭക്ഷണം ഒക്കെ റെഡിയാക്കി എല്ലാവരിലേക്കും വിളമ്പുകയാണ്. തുടർന്നുള്ള യാത്രയിൽ എല്ലാവരും തന്നെ ഒരല്പം വിശ്രമിച്ചു. അപ്പോഴേക്കും മധുരയിലേക്ക് എത്തി. മധുരയിൽ നിന്നും മധുര ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്നത് അവിടുത്തെ തമിഴ്നാട് സർക്കാരിന്റെ ബസ്സിലാണ്. ടൂറിസ്റ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് പാർക്ക് ചെയ്തതിനു ശേഷം നമ്മളെല്ലാവരും അവിടുത്തെ ബസ്സിൽ കയറി മധുര ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടാവും. അവിടെ പാർക്കിങ്ങിൽ ഇറങ്ങി അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവണം. മറ്റ് സൈഡ് കാഴ്ചകള് നമുക്ക് പിന്നെ ശ്രദ്ധിക്കാം കേട്ടോ. ആദ്യം അമ്പലത്തിൽ കയറി ദർശനം, മീനാക്ഷി ദർശനം, കുതിരേശ്വര ക്ഷേത്ര ദർശനം, 1000 കാൽ മണ്ഡപം, സ്വർണ്ണത്താമരക്കുളം, മുക്കുർണ വിനായകര്, ഇതൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം കണ്ട് ഇറങ്ങിയിട്ട് കുറച്ച് ടൈം നമുക്ക് പർച്ചേസിംഗ് ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് ചായയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കുടിക്കാം. ടോയ്ലറ്റ് പോകണമെങ്കിൽ അവിടെ ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യമുണ്ട്. അവിടെ എത്തിയതിനു ശേഷമുള്ള ചെയ്യേണ്ടുന്ന കാര്യങ്ങളുടെ നിർദ്ദേശം നമ്മൾ കൊടുത്തു. ബസ് ഇറങ്ങി ഒരല്പം നടക്കുമ്പോഴേക്കും ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം, അതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. മധുരയിലെ അമ്പലത്തിനകത്തേക്ക് ക്യാമറയും മറ്റ് വീഡിയോ ഉപകരണങ്ങളും ഒന്നും തന്നെ കയറ്റാൻ സാധിക്കുകയില്ല. അവിടെ ടൈറ്റ് സെക്യൂരിറ്റി ചെക്കിനാണ്. അതുകൊണ്ട് തന്നെ മധുരയിലെ വീഡിയോ നമുക്കിതിൽ ഉൾപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. മധുരയിൽ നിന്നും നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറി മടക്കി യാത്രയിൽ വീണ്ടും അടുത്ത ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗെയിമിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോ കാണുന്നത്. ഔട്ട് 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 അച്ചുടാ വിന്റേജ് പോയി. വിന്റേജ് അല്ലേ? ഇത് കോഴിക്കോട് കണ്ണൂര് തമ്മിൽ ഏറ്റുമുട്ടലാവോ? വിന്റേജ് ആ സീറ്റിൽ നമ്മളെ 2 ആൾ ഔട്ടായി. അപ്പൊ ഒന്ന് കോഴിക്കോട് അങ്ങനെ ആ ഒരു ഗെയിമിന്റെ അവസാനം കോഴിക്കോട് നിന്നും യാത്രയിൽ പങ്കെടുത്തിട്ടുള്ള ജിനീഷേട്ടൻ വിജയിച്ചു. എല്ലാവരും തന്നെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ജിനീഷേട്ടനെ അഭിനന്ദിക്കുകയാണ്. ഞാൻ പോകുമ്പേ പറഞ്ഞു ഇനി പോയിരുന്നോ, ഇനി കോഴിക്കോട് രാത്രി ഭക്ഷണത്തിന് ശേഷം മടക്കി യാത്ര ആരംഭിച്ചു. രാവിലെയോടുകൂടി തന്നെ നമ്മളെല്ലാവരും തന്നെ തിരിച്ചെത്തി. ഇതോടെ ലാസ്റ്റ് ഡേ വീഡിയോ വൈൻഡപ്പ് ആവുകയാണ്. എല്ലാവർക്കും നല്ല ഒരു നമസ്കാരം.